നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം മാർക്കറ്റ് റീബൗണ്ട് ചെയ്ത് കഴിഞ്ഞ ആഴ്ചയിൽ 3 ദിവസം അടുപ്പിച്ച് FIs ബൈ ചെയ്ത് കഴിഞ്ഞ വെള്ളിയാഴ്ചക്ക് ക്ലോസിങ്ങിന് ശേഷം US മാർക്കറ്റ് ശക്തമായ റാലി ചെയ്ത് നിഫ്റ്റിയെല്ലാം തന്നെ ഏകദേശം ഒരു 100 പോയിൻറ്റിന് മുകളിൽ ഉള്ള ഒരവസ്ഥയിലാണ് നമുക്ക് കിട്ടിയത്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഔട്ട്ലുക്കിൽ ചെക്ക് ചെയ്തത്. കൂടാതെ ഈ ഒരു ആഴ്ചയിൽ ക്രിസ്മസ് അവധി കാരണം ഗ്ലോബൽ മാർക്കറ്റും ഒന്നടങ്കം അവധിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. അതിനുശേഷം ന്യൂ ഇയർ അവധിയൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫണ്ട് മാനേജേഴ്സ് US കുറച്ചും കൂടിയും അവധിയിൽ പ്രവേശിക്കും. മാർക്കറ്റ് US കണ്ടുവരുന്നത് ഒരു കൺസോളിഡേഷൻ മോഡിലാണ്. നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഈ ആഴ്ചകളിലും അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഈ ആഴ്ചകളിലും ഒരുപാട് ഈവൻറ്റുകളുണ്ട്. പ്രധാനമായിട്ടും ഇന്നുള്ള ഈവൻറ്റ് US നിന്ന് PCE ഡേറ്റയും നാളെ ഉള്ള ഈവൻറ്റ് US നിന്ന് GDP ഡേറ്റയും US കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റയും ആണ്. ബുധനാഴ്ച US നിന്ന് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റയാണ് വരുന്നത്. വെള്ളിയാഴ്ച ഇന്ത്യയിൽ നിന്ന് ഫോറിൻ റിസർവ് ഡേറ്റയുണ്ട്. അതാണ് ഈ ഒരു ആഴ്ചയിലെ പ്രധാന ഈവൻറ്റ്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നിഫ്റ്റി 26,175, നിഫ്റ്റി ഫ്യൂച്ചർ 26,030. അതായത് നമുക്ക് ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് എക്സ്പെക്റ്റ് ചെയ്യാം. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന പ്ലസ്, ബിറ്റ് കോയിൻ 900 പോയിൻറ്റ് ഉയർന്നു, ഗോൾഡ് $24 ഉയർന്ന് $4,363 പെർ ഔൺസ്, ഓസ്ട്രേലിയ 79 പോയിൻറ്റ് പ്ലസ്സിലാണ്, ചൈന, കൊറിയ, ജപ്പാൻ എല്ലാം തന്നെ പ്ലസ്സിലായ രീതിയിലാണ് ട്രേഡിങ് തുടരുന്നത്. പൊതുവേ ഏഷ്യൻ മാർക്കറ്റ് പ്ലസ്സിലാണെന്ന് കാണാൻ സാധിക്കും. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. JMR ഓവർസീസ് കമ്പനി ഇവർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാണ്. അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത് ബുധനാഴ്ചയാണ്. DCM ശ്രീരാം കമ്പനി ഇവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാണ്. സ്റ്റോക്ക് സ്പ്ലിറ്റ് അല്ല, ഡീമർജ് ചെയ്യാണ്. DCM ശ്രീരാം ഫൈനൽ കെമിക്കലും DCM ശ്രീരാം ഇൻ്റർനാഷണലും ആയിട്ട് 2 കമ്പനികളായിട്ട് മാറും. ഇതിൻ്റെ ഡീമർജർ ഡേറ്റ് ഉള്ളത് വെള്ളിയാഴ്ചയാണ്. നോവാമ വെൽത്ത് കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 2:1 എന്നുള്ള റേഷ്യോയിലാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത ആളുകൾക്ക് 2 സ്റ്റോക്ക് കിട്ടും. റെക്കോർഡ് ഡേറ്റ് ഡിസംബർ 26. ടാറ്റ സ്റ്റീൽ കമ്പനി 1,354 കോടി രൂപയാണ് ഇവർ ടീ സ്റ്റീൽ ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. റൈറ്റ്സ് കമ്പനിക്ക് ഈ റെയിൽവേ ഓർഡർ വിദേശത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. ബോട്സ്വാന എന്ന് പറഞ്ഞ കൺട്രിയിൽ നിന്നാണ് ലഭിച്ചത്. IGL ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് കമ്പനി ഹിന്ദുസ്ഥാൻ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കമ്പനിയായിട്ട് കംപ്രസർ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഡർ സൈൻ ചെയ്തു. ഓൾ കാർഗോ ബിസിനസ് ഇവരുടെ കാർഗോ വോളിയം 16% ഉയർന്നു, ഇയർ ഓൺ ഇയർ ആയിട്ട് ഉയർന്നു എന്നുള്ള കമ്പനി അറിയിച്ചു. സൂരജ് എസ്റ്റേറ്റ് കമ്പനി മുംബൈയിൽ അവർ റിയൽ എസ്റ്റേറ്റ് പ്രീമിയം ഹൗസ് ഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ട് ലാൻഡൊക്കെ അക്യൂർ ചെയ്തു. ക്രാഫ്റ്റ്മാൻ ഓട്ടോ കമ്പനി സുപ്രാഷ് ഡെവലപ്പേഴ്സിന് 145 കോടി രൂപക്ക് അവർ അക്യൂർ ചെയ്തു. NLS ഇന്ത്യ കമ്പനി ഇവരുടെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ പുതിയ പ്ലാനിൽ നിന്ന് മൈനിങ് പ്രൊജക്ഷൻ പ്ലാനിൽ നിന്ന് ആരംഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കുള്ള ന്യൂസുകൾ. വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസ് എടുത്താം. എല്ലാവർക്കും ശുഭ ദിനം. താങ്ക് യു.